ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഓണം സെലിബ്രേഷനാണ്. സോ ഇതായിരുന്നു എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ സെറ്റ് സാരി എടുത്തിട്ടുള്ളത്. പക്ഷേ എന്താ പറയുക, തണുപ്പായതുകൊണ്ട് ഞാൻ മുകളിൽ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. ബിക്കോസ് ഞങ്ങൾക്ക് ബസ്സിന് വേണം പോകാനായിട്ട്. ഇതാണ് ഹൃദ്യേൻ്റെ ഔട്ട്ഫിറ്റ്. ഇത് എൻ്റെ തന്നെയാണ്. ഞാൻ പ്രാണയിൽ നിന്ന് എടുത്തിട്ടുള്ളൊരു ഔട്ട്ഫിറ്റാണ്. അവളുടെ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഹൃദയൻ്റെ മൊത്തം ഒരു ഔട്ട്ഫിറ്റിൻ്റെ ഓവർവ്യൂ. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ മൊത്തം ഒരു ഓവർവ്യൂ. ഇത് ഞാൻ മൊത്തത്തിൽ വേറൊരു ഷോട്ടിൽ കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഞങ്ങൾക്ക് 10 മിനിറ്റിനെ കൊണ്ട് ബസ് സ്റ്റേഷനിൽ എത്തണം. എന്നാൽ ഞങ്ങൾക്കൊരു X1 എന്ന് പറഞ്ഞാൽ ബസ് കിട്ടുള്ളൂ. അത് കാരണം ഞങ്ങൾ കുറച്ച് സ്പീഡ് പോവാണ്. ഞാൻ ക്രോസ് ചെയ്തു. ഇതേ അവിടെ തന്നെ ഉണ്ട്. ആള് ക്രോസ് ചെയ്തിട്ടില്ല. അങ്ങനെ നമുക്ക് മെല്ലെ നടക്കാം. ബിക്കോസ് ആ ബസ്സും കൂടെ എടുത്തു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അത് കാരണം മെല്ലെ നടക്കാം നമുക്ക്. അങ്ങനെ ഹൃദയ വന്നോളും. ഞാൻ മെല്ലെ നൈസായിട്ട് ഇറങ്ങി. ഈ ജാക്കറ്റും സാരിയും എല്ലാം കൂടെ കൊണ്ടിട്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര പണിയാണ്. മെല്ലെ നടന്ന് നമുക്ക് ബസ് ഏതാന്നുള്ളത് കണ്ടുപിടിക്കുന്നത് സാറ്റർഡേ ആയതുകൊണ്ടായിരിക്കും. എന്താ പറയുക, ബസ്സൊക്കെ കുറവാന്ന് തോന്നുന്നു. അയ്യോ, ആ ബസ്സായിരുന്നു എന്ന് തോന്നുന്നു. അതെടുത്തു. എന്തായാലും സാരമില്ല, നമുക്ക് അടുത്ത ബസ്സിൽ പോവാം. അങ്ങനെ നമ്മൾ ഓൺ ടൈം തന്നെ ബസ് സ്റ്റേഷനിലെത്തി. പക്ഷെ ഇവിടെ ബസ്സില്ല. ആക്ച്വലി ബസ് സ്റ്റേഷൻ കാലിയാണ്. അറിഞ്ഞൂടെ എത്ര മണിക്കാണ് ബസ് വരിക എന്നുള്ളത്. അത് കാരണം നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ X1 എന്ന് പറഞ്ഞാൽ ബസ് കയറിക്കഴിഞ്ഞാൽ നമ്മളൊരു 30 മിനിറ്റിൻ്റെ അകത്ത് എത്തേണ്ടതാണ്. പക്ഷെ ഇവിടെ ബസ് ഇല്ല. അപ്പോൾ നമ്മൾ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വേറെ പല ബസ്സുകളും വരുന്നുണ്ട്, പക്ഷേ ഈ ഒരു ബസ് മാത്രം വരുന്നില്ല. നമുക്ക് നോക്കാം, എന്തായാലും കുറച്ചു നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ നമ്മളിവിടെ എത്തി. 1 മിനിറ്റിനുണ്ട് ബസ്. നമുക്ക് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റും. ഇവിടെ മേളിൽ കണ്ടൊരു ഇത് വെച്ചിട്ടുണ്ട്. അതിൽ കാണിക്കുന്നുണ്ട് 1 മിനിറ്റിനുണ്ട് ബസ് എന്നുള്ളത്. അത് കാരണം നമ്മൾ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വരുമായിരിക്കും ബസ്. അങ്ങനെ നമ്മൾ ബസ് കയറിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ബസ്സിൽ. ഞങ്ങൾക്ക് ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ല വേറെ എവിടെ ഇരിക്കാനായിട്ട്. അത് കാരണം ഞങ്ങൾ ഏറ്റവും ബാക്കിലെ സീറ്റിലാണ് ഇരിക്കുന്നത്. ഇവിടുന്ന് ഞാൻ ഫ്രണ്ടിലേക്കുള്ള വ്യൂവും കൂടെ കാണിച്ചു തരാം കേട്ടോ. എത്തിയത് ബുക്കനാൻ ബസ് സ്റ്റേഷനിലാണ്. ഇനി നമ്മൾ പോകുന്നത് ആ ഒരു കോൺഫറൻസ് ഹാളിലോട്ടാണ്. അത് ഒരുപാട് ദൂരമുണ്ട് ഇവിടുന്ന്. ലൈക്ക് 0.9 മൈൽസോളം നടക്കാനുണ്ട്. അപ്പം നമ്മൾ നടക്കട്ടെ, അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റി കോളേജാണ്. സോ ഈ കോളേജിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ നടക്കുന്നത്. ഞാൻ യൂണിവേഴ്സിറ്റി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. Hello. We are from Kerala. It's our Onam celebration. Okay. Then say something. Yeah, I work with a lot of Indian people, so... Okay, are you studying here? No, actually, but I use the library. Okay. Where are you from? Scotland, here. Okay. West Coast We are from Scotland. Yeah. Also near to Glasgow. Yeah. Okay. Nice to meet you. Nice to meet you. അങ്ങനെ നമ്മൾ ഈ കോളേജിൻ്റെ ഉള്ളിൽ കൂടെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അറിഞ്ഞൂടെ എങ്ങനെ കോളേജിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കയറി ഇറങ്ങാവോ എന്നുള്ളത്. ട്രസ് പാസിങ് സമ്മതിക്കും. ഞങ്ങളാണെങ്കിൽ ഇന്ത്യൻ ഔട്ട്ഫിറ്റൊക്കെ ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാ ആൾക്കാരും ചോദിക്കുന്നുണ്ട് എന്താ പരിപാടി എന്ന്. ആരും അങ്ങനെ ബസ്സിലൊന്നും കയറി വരലുണ്ടാവില്ല അങ്ങനത്തെ പരിപാടിയൊക്കെ ഒന്നും. അത് കാരണമായിരിക്കും. അങ്ങനെ നമ്മൾ ഒരു 0.4 മൈലൊക്കെ നടന്നു കഴിഞ്ഞ് നമ്മളിത് ഓൾമോസ്റ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അകത്ത് കയറി നോക്കാം എന്താ പരിപാടി എന്നുള്ളത്.
അയ്യോ കുഴങ്ങി. ഇതാണ് ഗ്ലാസ്ഗോ സിറ്റി സെൻറ്ററിലെ C7 കോൺഫറൻസ് ഹാൾ എന്ന് പറയുന്ന ഒരു ഹാള്. ഈ ഒരു ഹാള് മൊത്തം നല്ല വലിയ ഹാളായിരുന്നു. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് മൊത്തം ബ്ലാക്ക് ആയത് കാരണം ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ലൈക്ക് എല്ലായിടത്തും ബ്ലാക്കാണ്. അത് കാരണം നമുക്ക് ഫോട്ടോസിലൊന്നും അത്ര നല്ല കളറോ വീഡിയോസിലൊന്നും അത്ര ഒരു ക്ലാരിറ്റി ഒന്നും കിട്ടുന്നില്ല, ബിക്കോസ് ഇരുട്ടായതുകൊണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ എത്തിയപ്പോൾ തന്നെ ഇവിടെ ഓൾമോസ്റ്റ് പരിപാടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ മിഠായി പെറുക്കലും പിന്നെ കുട്ടികളെ മ്യൂസിക്കൽ ചെയറും ആയിരുന്നു. സോ അത് രണ്ടും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അതിന് ശേഷമാണ് പിന്നെ എല്ലാവരും ഒന്ന് വന്ന് നമ്മൾ ബാക്കിയുള്ള പരിപാടികൾ തുടങ്ങിയിട്ടുണ്ടായത്. ഈ പരിപാടിക്ക് എല്ലാവരും എത്താൻ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. രാവിലെ വളരെ കുറവ് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഒരു 11 മണി ആയപ്പോഴാണ് എത്തിയത്. ചേച്ചി ഒരു 11:30 ആയി എത്തിയപ്പം. ബാക്കി എല്ലാവരും ഒരു 12-12:30 ആയി ഭക്ഷണ സമയത്താണ് എത്തിയിട്ടുണ്ടായത്. ഇതൊക്കെ പിന്നെ ഇവിടെ തന്നെ ഉള്ളൊരു സ്കൂളാണ്, മുദ്ര സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറയുന്നത്. അത് ആക്ച്വലി ഒരു ആന്ധ്രക്കാരുടെ തെലുങ്കരേറ്റം ഒരു ഡാൻസ് സ്കൂളാണ്. സോ അവരുടെ ഒരുപാട് പരിപാടികൾ ഉണ്ടായിരുന്നു, കുട്ടികളെ ഡാൻസ്. പിന്നെ അതിന് ശേഷം പിന്നെ ഓരോ മലയാളികൾ പല പല പാട്ടുകൾ പാടുക, ഡാൻസ് കളിക്കുക. പിന്നെ ഇവിടുത്തെ ഒരുപാട് യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരെ വകയുള്ള ഡാൻസുകളുണ്ടായിരുന്നു. അതൊക്കെ നല്ല എൻ്റർടൈനിങ് ആയിരുന്നു. ഈ കുട്ടികളുടെ ഡാൻസിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്കൊക്കെ ഇഷ്ടമായതും കൂടുതൽ അങ്ങനത്തെ ഒരു മാഷപ്പ് ഡാൻസുകളാണ് കൂടുതലായിട്ടും താല്പര്യം തോന്നിയിട്ടുണ്ടായത്. അങ്ങനെയൊക്കെ. പിന്നെ ഉച്ചക്ക് ഇവിടെ തന്നെ എന്താ പറയുക, അവർ സദ്യ കുക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായത്. തലേന്ന് രാത്രി തന്നെ എല്ലാവരും ചേർന്ന് എല്ലാം കട്ട് ചെയ്ത് കുക്ക് ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അതാകുമ്പോൾ പിറ്റേന്ന് രാവിലെ പിന്നെ പെട്ടെന്ന് എല്ലാവർക്കും അതങ്ങ് ഉണ്ടാക്കി എന്താ പറയുക സെറ്റ് ചെയ്യുക ചെയ്തത്. വേറെ കാറ്ററിംഗ് സർവീസിനൊന്നും ഏൽപ്പിക്കൊന്നും അല്ല ചെയ്തിട്ടുണ്ടായത്. ഇവിടെ ബാക്കിയുള്ള അസോസിയേഷൻസൊക്കെ അങ്ങനെ ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. പക്ഷേ ഇവിടെ നേരെ തന്നെ കുക്കിംഗ് ആയിരുന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ വീണ്ടും കുറേ സമയം ഇങ്ങനെ അവിടെ തന്നെ ഇരുന്ന് പരിപാടികളൊക്കെ കണ്ടു. അതിനുശേഷം ഇവിടുത്തെ എന്താ പറയുക IFFS കിട്ടിയ പുള്ളിയുടെ വകയായിരുന്നു ഇനോഗ്രേഷൻ പ്രോഗ്രാം. സോ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമുക്ക് താലപ്പൊലിയോട് കൂടിയിട്ടാണ് മാവേലീനെ സ്റ്റേജിലോട്ട് എത്തിച്ചിട്ടുണ്ടായത്. സോ ആ പരിപാടിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊക്കെ ബാക്കിൽ കൂടി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അത്തം ചിത്തിര ചോദ്യം പിന്നിട്ട് ഇന്ന് വിശാഖത്തിലെത്തി നിൽക്കുമ്പോൾ ഈ സ്കോട്ട്ലാൻഡിന്റെ മണ്ണിൽ ആയിരുന്നുകൊണ്ട് സൗഹൃദങ്ങളുടെ ഐക്യത്തിലും കുടുംബങ്ങളുടെ ഒത്തുചേരലിലും പൂക്കളുടെ സുഗന്ധത്തിലും ഒരുമയുടെ സന്തോഷത്തിലും ഈ ദിനം നമുക്ക് ആഘോഷമാക്കി മാറ്റാം. നമ്മൾക്ക് ഏവർക്കും കയ്യടികളോടുകൂടി നമ്മളുടെ മാവേലിയെ auspicious function begins with prayer, seeking the blessings of Almighty. Let's all give applause as this is one of the precious moments of this day. So together with a powerful vision to create a home away from home, a place to preserve our culture and tradition. ഈ ഒരു ഇനോഗ്രേഷൻ ഫംഗ്ഷൻ കഴിഞ്ഞ പാടന്നെ വീണ്ടും കുട്ടികളെ വകയുള്ള ഡാൻസുകളായിരുന്നു. ഇതൊരു അത്യാവശ്യം ഒരു 1 hour to 1.5 hours വരെ ഇവരുടെ ഈ ഒരു ക്ലാസിക്കൽ ഡാൻസുകളായിരുന്നു. പലതരം ഡാൻസുകളായിട്ട് ഇങ്ങനെ പലവരും മാറി 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 കളിക്കുന്നുണ്ടായിരുന്നു. ഇവരൊക്കെ നന്നായി കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്കത്ര താല്പര്യമില്ലാത്ത കാരണം എനിക്ക് വലിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല അതൊന്നും കാണാനായിട്ട്. പിന്നെ അപ്പോഴത്തേക്കും തന്നെ നമുക്ക് വിശന്ന് തുടങ്ങിയിട്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ സദ്യയ്ക്ക് വേണ്ടി പോയാലോ എന്നുള്ളൊരു ആലോചനയിലും കൂടിയായിരുന്നു.
ഈ ഡാൻസ് ഇവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഞങ്ങൾ മെല്ലെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ലഞ്ചിന് സദ്യയായിരുന്നു. ഒരു നല്ല സദ്യ തന്നെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ചോറും സാമ്പാറും പപ്പടവും തന്നെ കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കഴിക്കാനായിട്ട്. അതിനുശേഷം പിന്നെ കുട്ടികളെ വക ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം വീണ്ടും പരിപാടികൾ തുടങ്ങി. പിന്നെ ഇതുപോലുള്ള എന്താ പറയുക ക്ലാസിക്കലായിട്ടുള്ള ഡാൻസുകൾ വീണ്ടും തുടങ്ങി. പിന്നെ അതിന് ശേഷമാണ് പിന്നെ അടിപൊളിയായിട്ടുള്ള ഡാൻസുകൾ തുടങ്ങി. ഇതൊക്കെ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിലെ പിള്ളേരാന്ന് തോന്നുന്നുണ്ട്. ഇതൊന്നും ആരാ എന്താണെന്നൊന്നും നമുക്കൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷേ ഇവരിങ്ങനെ ഡാൻസായിട്ട് വന്നു. ഇതൊരു നല്ല ഡാൻസായിരുന്നു. നല്ല അടിപൊളി ഒരു ഫ്യൂഷൻ ഡാൻസ്. ഈ വീഡിയോസിൻ്റെ എല്ലാം ഒറിജിനൽ സോങ് ഞാൻ എന്താ പറയുക മ്യൂട്ട് ചെയ്തേക്കുവാണ്. ബിക്കോസ് ഇത് കോപ്പിറൈറ്റ് അടിക്കുന്ന കാരണം. അത് കാരണം ഈ ഒരു കംപ്ലീറ്റ് വീഡിയോയ്ക്കകത്തും ഈ ഒരു ഡാൻസൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഒന്നും വോയിസ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ബിക്കോസ് ഇതിനൊക്കെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരുന്നത് കാരണം. ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം ബാലൻസ് ഉള്ളത് ഒരു DJയും കൂടെയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമ്മൾ പരിപാടി കിട്ടില്ലായിരുന്നു. സദ്യ ഒക്കെ അടിപൊളിയായിരുന്നു. തീർച്ചയായിട്ടും അത് ശരിയാണ്. അവൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കറക്റ്റാണ്. അത് തീർച്ചയായിട്ടും അതെ, വളരെ ശരിയാണ്. ഓക്കെ.
Thank you.